നമസ്കാരം. രാകേഷ് ദ കൺസൾട്ടന്റ്. ഇൻകം പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നതിലെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു, മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്തതാണ് ചൂസിങ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ചൂസിങ് ദ റൈറ്റ് സോഴ്സ് ഓഫ് ഇൻകം. പലതരത്തിലുള്ള ഇൻകത്തിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. പക്ഷെ അതിൻ്റെ ഒക്കെ ആകെത്തുകയായിട്ട് 3 ടൈപ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത്. റൈറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ഇൻകം പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നതിൽ എപ്പോഴും ആദ്യം നമ്മൾ തന്നെ പണിയെടുക്കേണ്ടി വരും. അതിനെ ആക്റ്റീവ് ഇൻകം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത് പാസീവ് ഇൻകം എന്ന് പറയുന്നു. മൂന്നാമത്തത് ലിവറേജ് ഇൻകം എന്ന് പറയുന്നു. ഈ 3 ഇൻകവും ഏതൊരു ബിസിനസ്സുകാരനും, ഏതൊരു സർവീസ് ചെയ്യുന്നവനും, ഏതൊരു പ്രോഡക്റ്റ് വിൽക്കുന്നവനും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ 3 ടൈപ്സ് ഓഫ് ഇൻകം. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, ലിവറേജ് ഇൻകം. എന്താണ് ആക്റ്റീവ് ഇൻകം? ഫ്രീലാൻസിങ് ഞാനൊക്കെ ചെയ്യുന്നത് പോലെ ഫ്രീലാൻസിങ് ആയിട്ടുള്ള പരിപാടികൾ, അത് ഫ്രീലാൻസിങ്ങുമായി ബന്ധപ്പെട്ട് പല മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അത്തരത്തിലുള്ള ഫ്രീലാൻസിങ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് ഇൻകം ലഭിക്കുന്നു. അതാണ് ആക്റ്റീവ് ഇൻകത്തിൻ്റെ ആകത്തുക. അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് ഇൻകം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മാത്രം ഇൻകവും, നമ്മളില്ല എങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ സീറോയും ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തിയുമായി നിരന്തരം ചെയ്താൽ മാത്രം ഇൻകം ലഭിക്കുന്നതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അത് ആണ് നിലവിൽ നമുക്ക് എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരേയൊരു ഇൻകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇൻകം. നമ്മൾ ലീവാണെന്നുണ്ടെങ്കിലോ, നമ്മളെ ചെല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിലോ നമ്മളുടെ ഇൻകം നഷ്ടപ്പെടുന്നു. നമുക്ക് ആ ഒരു അവറിൻ്റെ ഇൻകം നഷ്ടപ്പെടുന്നു, ആ ഒരു ദിവസത്തെ ഇൻകം നഷ്ടപ്പെടുന്നു, ആ ഒരു മാസത്തിലെ ഇൻകം നഷ്ടപ്പെടുന്നു നമ്മൾ പ്രസന്റ് അല്ല എങ്കിൽ. ഇതാണ് ആക്റ്റീവ് ഇൻകം. രണ്ടാമത്തത് എന്താണ്? പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പാസീവ് ഇൻകം. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റുകളായിട്ടുള്ള കോഴ്സുകളോ ഡിജിറ്റൽ പ്രോഡക്റ്റുകളോ ഒക്കെ സെല്ല് ചെയ്യുന്നത് ഒക്കെ എക്സാമ്പിളാണ്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണുകൾ, FDകൾ, ഇതൊക്കെ എന്താണ്? മന്ത്ലി ഇൻകം സ്കീമുകൾ, റെഗുലർ ഇൻകം സ്കീമുകൾ തുടങ്ങിയിട്ടുള്ള പലതരം സ്കീമുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇൻകം, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പാസീവ് ഇൻകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തതാണ് ഏതൊരു ബിസിനസ്സുകാരനും ഉണ്ടാക്കിയെടുക്കേണ്ട ആക്റ്റീവും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഇൻകം സോഴ്സാണ് ലിവറേജ് ഇൻകം. എന്താണ് ലിവറേജ് ഇൻകം? ഒരു വ്യക്തി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിനകത്ത് ആ വ്യക്തി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ടൈം ലിവറേജ് ചെയ്യുക, അതായത് ഒരേ സമയം 10-100 പേര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. 100 പേര് 1 മണിക്കൂർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 മണിക്കൂറായി. അതേ 100 പേര് 5 മണിക്കൂർ നമുക്ക് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 500 മണിക്കൂറായി. നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ 500 മണിക്കൂർ പ്രൊഡക്ടിവിറ്റി അവിടെ നടന്നു കഴിഞ്ഞു. ഇതാണ് ലിവറേജ് ഇൻകം. ടൈം ലിവറേജ് ചെയ്യാം, വർക്ക് ലിവറേജ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടത് മികച്ച ടീമിനെ നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയും ടീമിനെ കണക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുമൊക്കെയാണ് വേണ്ടത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് മനസ്സിൽ വയ്ക്കുക. കറക്റ്റ് ഇൻകം സോഴ്സ് ചൂസ് ചെയ്യാനാണ് നമുക്ക് കഴിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഇൻകം സോഴ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എന്ന ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ 3 തരത്തിലുള്ള ഇൻകത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഇൻകം സ്ട്രീമുകൾ ബിൽഡ് ചെയ്യാനും അതിലേക്ക് കൂടുതൽ അടുക്കാനും
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻകം പൈപ്പ് ലൈനിലെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. രാകേഷ് ദ കൺസൾട്ടൻറ്റ്.